കല്യാണ വീട്ടിൽ പോകുന്നത്. നെയ്ച്ചോറിന്റെ അല്ലേ? മുകളിലോട്ട് പിടി. എന്നാ കുട്ടി ചെല്ലു. എന്ത് ചെയ്യണം? ചെയ്യേണ്ടത് ഉള്ളി 2-3 സവാള, വെളുത്തുള്ളി, ഇഞ്ചി. ഓക്കെ ഓക്കെ. ഇതെങ്ങനെയാ കഴിക്കണ്ടേന്ന് അറിയോ? അറിയാന്ന് അമ്മ എന്നാ കഴി. നീ എങ്ങനെ കഴിക്കും? പാവുണ്ട്. അത് മനസ്സിലായി. ഞാൻ കഴിക്കണ ഇങ്ങനെ. ഇതൊക്കെ എന്തായത്? ഞാൻ ഇങ്ങനെ കഴിക്കും. അതാ പറയണ. അമ്മായി ഏത് കാലത്ത് കഴിക്കും നോക്കാം. അമ്മായി കടിച്ചു കഴിക്കോ? അഹങ്കാരം കാണിച്ചത് അമ്മായി കണ്ട. അമ്മായി കഴിക്കുന്നു. ശരി, ഇതിപ്പോ നല്ല പഴുത്തതായതുകൊണ്ട് തൊലി പോകുന്നത്. കുറച്ച് ഒരു ഇളം പഴുപ്പാണ്. ഇയാൾ എന്ത് ചെയ്യും? ഞാൻ ഇങ്ങനെ പൊളിച്ചിട്ട് തിന്നും, കടിച്ച് കാണുന്നത് തിന്നും. കുഞ്ഞു
അമ്മായി ആദ്യമേ ഇവിടെ മാളു തീർന്നെന്ന് പറഞ്ഞപ്പോ വേഗം വായിലോട്ടിട്ട് ആദ്യം തീർന്നു. അയ്യേ കൊച്ചു പിള്ളേർ കാണിക്കണ പോലെ ഞാൻ പറഞ്ഞില്ലേ വയസ്സാവും തോറും ചെറിയ പിള്ളേർ സ്വഭാവം വരുമെന്ന്. കൊച്ചു ഫസ്റ്റ് കേട്ടാ നല്ല കുട്ടിയാട്ടാ. പപ്പം വാങ്ങി തരുമോ? പോയാലാ ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ മണം. കല്യാണ വീട്ടിൽ പോകേണ്ട മണം. നെയ്ച്ചോറിൻ്റെ അല്ലേ? നമ്മൾ റിസപ്ഷന് പോകുമ്പോൾ ഫസ്റ്റ് അടിക്കുന്നത് ഇതല്ലേ? സാധാരണ നമ്മുടെ വീട്ടിൽ വെക്കുന്ന മണം നമുക്ക് കിട്ടൂല എന്നാ, അയൽവക്കക്കാർക്ക് കിട്ടുള്ളൂ എന്നാ. അങ്ങനെ വീട്ടിൽ എനിക്ക് കിട്ടിയില്ല. ഞാൻ ഈ വീട്ടിലുള്ള ആളല്ലേ. അതാ എനിക്ക് മനസ്സിലാവാത്തത്. നീ ഇപ്പൊ ഈ വീട്ടിലായിരിക്കില്ല. ചേച്ചിക്ക് കിട്ടിയില്ല. പക്ഷേ ഒന്ന് ഇളക്കി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. മാളു അവിടെ ഉരുളി കഴുകി വെച്ചിട്ടുണ്ട്, എടുത്തുണ്ടോ? ഉരുളിയല്ല ഉരുളി. ഓ ഉരുളി. നീ എന്നെ കളിയാക്കിയത് കൊണ്ട് നിനക്ക് പണിഷ്മെന്റ്. എന്തോന്ന് ചേച്ചി, നീ എന്തിനാ എന്നെ കളിയാക്കിയത്? ചേച്ചി ഞാൻ തിരുത്തിയതാണ്. ആ തിരുത്തണ്ട. എഡ്യൂക്കേഷൻ ആദ്യം പറഞ്ഞാൽ പിന്നെ ഉരുളി എന്ന് പറയാനോ ഇപ്പൊ എഡ്യൂക്കേഷന്റെ ആവശ്യം? ഉരുളിയാ ഉരുളി. ആ ഇപ്പൊ അരി പഠിപ്പിച്ചെന്നാ ഞാൻ പറഞ്ഞോണ്ട് നാക്ക് ഇടയ്ക്കിടയ്ക്ക് തെന്നി പോണ. ചേച്ചി എപ്പോഴും ഉരുളി നന്നായി പോയി അങ്ങനെ പറയണേ. അമ്മായിയുടെ പാത പിടിച്ചോ? അല്ലെങ്കിൽ ചേച്ചി അക്സെപ്റ്റ് ചെയ്യണല്ലോ. എനിക്ക് അങ്ങനെ പറയാൻ എനിക്ക് സൗകര്യമുള്ളൂ. അമ്മായി തന്നെ. എന്നെ കൊണ്ട് എന്റെ കറികളൊക്കെ നീ തെറ്റിപ്പിക്കണേണ്. നീ എന്നെ കൊണ്ട് എന്റെ കറികളൊക്കെ തെറ്റിക്കണേണ്. നിനക്കുള്ള ശിക്ഷ. ശിക്ഷ. ഇതെടുത്തോണ്ട് പോയിട്ട് തണുത്തതിന് ശേഷം അരച്ചോണ്ട് വാ. വേണേ വെള്ളം ഒഴിച്ച് അരച്ചോ, അപ്പൊ പെട്ടെന്ന് തണുക്കും. തണുത്തിട്ടില്ല അരയ്ക്ക്. വെള്ളം ഒഴിക്കുമ്പോഴേക്കും തണുക്കും ആളൂ. അപ്പൊ കൈ കൊണ്ട് എടുക്കാൻ പറ്റും. ഇതെന്തിനാ? രമ്പേല ഞാൻ പറയേണ്ടത് എടുത്തോണ്ട് വന്നല്ലോ. അത് ഇത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ബിരിയാണിയിൽ ഇരുന്നേണം. പക്ഷെ എനിക്ക് എന്താണ് മാത്രമല്ല. പക്ഷെ മണമില്ലല്ലോ. അത് കറിയിലോട്ട് വീഴുമ്പോഴേ മണം വരും. ഓക്കെ ഇതിപ്പോ എന്താണ്? ഇതിപ്പോ മട്ടൻ കറി വെക്കണം. അതല്ല, അതെനിക്ക് അറിഞ്ഞൂടെ. ഇതിപ്പോ എന്താണേന്ന്? വഴറ്റുന്ന്. എന്ത് പൊടികള്? എന്താ കട്ട കട്ട ഇഞ്ചി വെളുത്തുള്ളി. മൂത്ത മണം വന്നണ്ട. ഞാൻ അതിലത്തെ വെട്ടിക്കരിയല്ല. ഓ മറന്നില്ലേ ഇത്? ഈ മട്ടനിൽ ബീഫിനെയും കാട്ടി നെയ്യാണ് മത്ത് പിടിക്കുന്ന പെട്ടെന്ന്. പക്ഷെ ഗുണം കൂടുതലില്ല. നെയ്ക്കോ? നെയ്ക്കുന്നല്ല, മട്ടനാണല്ലോ ഗുണം കൂടുതൽ.
ബീഫ് രുചി. മട്ടൺ ഇട്ടോ. മൂടി എടുത്തുണ്ടേ. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണമെന്നറിയോ? എന്തെന്ന് പിന്നെ മസാല പിടിക്കാൻ അല്ല, കളർ ഇട്ട് അല്ല, രുചിയാവാൻ അല്ല. പിന്നെ എന്തിനാ? മട്ടന്റെ നെയ്യുടെ ചൊവ. ചൊവ്വേ ചൊവ ചൊവ ചെവ രുചി. ചൊവ. ചൊവ്വയല്ല രുചി. നീ സ്കൂളിൽ പോയി നീ അങ്ങനെ പലതും പറയും. ഞാൻ പഠിച്ചതേ ഞാൻ പറയുള്ളൂ കേട്ടാ. മട്ടന്റെ നെയ്യുടെ ചൊവ മാറിക്കിട്ടെ. ചൊവ്വയല്ല രുചി. നമ്മള് ഇപ്പൊ അരി ചെവയ്ക്കുന്നു എന്ന് പറയും, അതേപോലെ കറി ചെവയ്ക്കുന്നു എന്ന് പറയും, കറി രുചിക്കുന്നു എന്ന് പറയും. ചെവ മീൻസ് ആ ഒരു കശകശപ്പാണ് ചെവ. എന്നാ കശകശപ്പ് മാറാൻ വേണ്ടിട്ട് അങ്ങനെ പറ. നെയ്യുടെ കശകശപ്പ് മാറാൻ പോരെ. നെയ്യുടെ മട്ടിപ്പ് മാറാൻ മാളു. ലാംഗ്വേജിലോട്ട് വാ. ഇപ്പോഴാണ് കറക്റ്റ് കിട്ടിയത്. കിട്ടിദാസാ കിട്ടി. മതിയാ. നെയ്യൊന്നും വഴണ്ടട്ടെ. ഇത്രത്തോളം അങ്ങോട്ടും. ആരാത്? ഏത്? എമ്പയില്ല. അറിയോ നിനക്ക്? ചേച്ചി നേരത്തെ പറഞ്ഞെന്ന്. ഞാൻ പറഞ്ഞാ അടിച്ചു പോയാ. മറ്റേ ഇല ഉണ്ടല്ലോ, പൂ പോലെ ഇരിക്കുന്നില്ല, ഭയങ്കര മണമായിരിക്കും. പിച്ചാ തന്നെ. അയ്യോ അടി. മറ്റേ ഇല ചേച്ചി. ഏതേതാ? ചെമ്പരത്തിയുടെ പൂ പോലെ ഇല പോലെ ഇരിക്കുന്ന ഒടിച്ച് മറ്റേ 4 മണിക്ക് പോലെ ഒടിച്ച് മാറ്റാൻ പറ്റും. കറിയിലിടുന്നതാ? കറിയിടുന്നതാണ് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെ കറിയിലിടുന്നതാണെങ്കിൽ മാത്രം എന്നോട് പറഞ്ഞാൽ മതി. വേറെ ഒന്നിനെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നും. നാ വെച്ചാ തുടങ്ങുന്നേ. നന്നറിയാം. നരവേ നരവേലാന്നെന്താ പറയും? അങ്ങനെയാണോ പറയണേ? അങ്ങനെ ഇലയുണ്ട്. ഉണ്ടാവട്ടെ. ഇനി ഇളക്കോ? ഇളക്കണോ? വെക്കണ്ട. ഓക്കെ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അമ്മായിനെ വിളിച്ചോട്ടെ. അപ്പൊ കഴിഞ്ഞില്ല, ഇനി അത് കളയ്ക്കണം. എനിക്കൊരു ചെറിയ ചിന്ന കഷണം മതി. ഇതിലും ചെറുത് പിടിക്കണം അമ്മായി. ഇത് മതിയോ? ചെറുത്. നല്ല ഏലക്കയുടെ ടേസ്റ്റ് ഉണ്ടല്ലേ. ഇന്ന് പരുന്തൊന്നും വന്നില്ലല്ലോ. മഴക്കാറുള്ളതുകൊണ്ടോന്നു. ആളു എന്തോ? ടേബിൾ സെറ്റ് ചെയ്തോ? ടേബിളാ?
മതി ചോറ്. നെച്ചോറാ? നെച്ചോറല്ലേ. ഇതല്ലേ നീ പറഞ്ഞ കല്യാണ വീട്ടില മണമുള്ള? എനിക്ക് മണം എടുക്കണ്ട. ഇപ്പൊ മണവനില്ലേ? എനിക്ക് വന്നില്ലേ? അപ്പൊ അമ്മായി അയിലത്ത് വിട്ട് തരിക. അതെ. ഇത് ചോറപ്പുറത്ത് വെച്ചിട്ട് വെക്കും. ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം എന്തിനെന്നറിയാവോ? എന്ത് ചെന്നു അപ്പുറത്ത് വെക്കും. എന്താണെന്ന് അറിയാവോ? ഞവരയല്ല, ഞവര. അതെന്തിനുള്ള അമ്മ? അത് ഈ കൊച്ചു പിള്ളേർക്കൊക്കെ ജലദോഷം വരില്ലേ, അപ്പൊ അവർക്ക് ഇങ്ങനെ പനിക്കൂർക്ക. പനിക്കൂർക്ക. അത് ഞാൻ ഞവര കൂവര വലിയവർക്കും കഴിക്കാം. കുറച്ച് 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 കുറച്ച്. ഈ പാട്ടുണ്ടാക്കാം അമ്മായിടെ വെച്ച്. നെയ്ച്ചോറ് ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്കാ ഇഷ്ടപ്പെട്ടു. പാത്രം പോ മുകളിലോട്ട് പിടിക്കും. ഇപ്പുറത്തെ സൈഡിൽ എവിടെയെങ്കിലും ഹോൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ. അത് കിട്ടൂല. മജ്ജ അല്ലേ? ഓ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. നല്ല ഭംഗിയുണ്ട്. പയ്യെ